ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ചിക്കനാണിത്, ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി 2 ചെറിയ സവാള കുത്തിയരിഞ്ഞതാണിത്. പിന്നെ 3 പച്ചമുളക്, അതും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു മുട്ട, പിന്നെ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചതാണിത്. ഇനി കുറച്ച് ചീസ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള മസാലപ്പൊടികൾ നോക്കാം. കുറച്ച് മഞ്ഞൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലൊരു 1/4 ടീസ്പൂൺ മഞ്ഞളാണ് നമുക്ക് ആവശ്യം. അതുപോലെ ഈ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ. പിന്നെ വേണ്ടുന്നത് ചപ്പാത്തിയാണ്. നമ്മൾ ഇപ്പോൾ രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തി ആണെങ്കിൽ അങ്ങനെ, അല്ല നമ്മൾ ഇതിനായിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ അങ്ങനെ. അപ്പം അത് തന്നെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നമുക്ക് ഈ ചിക്കൻ ഒരു പാനിലേക്ക് വെച്ചിട്ട് അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം കൂടി മിക്സ് ചെയ്യാം. അതിൻ്റെ ആവശ്യത്തിന് ഉപ്പിടാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ട് മൂടി വെച്ചിട്ട് വേവിച്ച് വെള്ളം വറ്റിച്ചെടുക്കണം. ആ നേരം കൊണ്ട് നമുക്ക് ഈ ചപ്പാത്തി നമുക്ക് വേണ്ടുന്ന സൈസിൽ മുറിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ചപ്പാത്തീൻ്റെ അകത്തുനിന്ന് ഞാൻ 4 പീസാക്കിയിട്ട് ഇത് മുറിച്ചെടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഇതിനെ ഒരു സ്ക്വയർ ഷേപ്പിലേക്ക് മാറ്റാം. അപ്പോൾ രാവിലെ നമ്മൾ എടുത്ത് കഴിച്ചിട്ട് ബാക്കിയുള്ള ചപ്പാത്തി, അല്ലെങ്കിൽ രാത്രി നമ്മൾ കഴിച്ചിട്ട് ബാക്കിയുള്ള ചപ്പാത്തി എടുത്ത് വെച്ചാൽ തന്നെയും ഈ ചപ്പാത്തി ഒന്നും കളയാണ്ട് നമുക്ക് അത് നല്ല രീതിയിൽ ഒരു സ്നാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇതൊരു സ്ക്വയർ ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 4 പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം. അപ്പം ഇതേപോലെ ഈക്വൽ സൈസായിട്ടുള്ള ഒരു 4 പീസായിട്ട് ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ചപ്പാത്തിയും ഞാനിപ്പോൾ ഇതിൽ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വേറെ ഏതെങ്കിലും ഷേപ്പിലാണെന്ന് മുറിക്കാൻ ഇഷ്ടമുള്ളെങ്കിൽ ആ ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം സ്ക്വയർ ഷേപ്പിലായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ നന്നായിട്ട് കുക്കായിട്ട് അതെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല ചൂടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് വേഗം മസാല ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിന് ശേഷം നമ്മളിതിലേക്ക് സവാള, നേരത്തെ കൊത്തി അരിഞ്ഞ് വെച്ച സവാള ഇട്ടിട്ടുണ്ട്. സവാള ഇട്ടിട്ട് ഇത് നന്നായിട്ട് വഴറ്റാം. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കൂടി ഇടാം. ഉപ്പിട്ട് കഴിഞ്ഞാൽ സവാള വേഗം തന്നെ വഴന്നു വരും. അപ്പോൾ നമുക്കിത് സവാള ഉപ്പിട്ടിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അതായത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ബാക്കി കുറച്ച് ചുവപ്പ് മുളക് ഇതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ചുവപ്പ് മുളക് മുഴുവൻ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഗരം മസാല പൗഡറും അതുപോലെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണിലധികം ഗരം മസാല പൗഡർ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി നല്ലൊരു മൂത്തിട്ടുള്ള മണം വരണം. ആ സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളക് ഇടാം. പച്ചമുളക് നേരത്തെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആ പച്ചമുളകും കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ പച്ചമുളകും കൂടി ഇട്ട് ഇതിൻ്റെ അകത്ത് നന്നായിട്ട് അതും കൂടി മൂത്ത് വരണം. ഇനി ആ സമയത്ത് നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ട് പൊടിച്ചെടുത്ത ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് നമുക്കിത് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയിൽ ഈ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചിട്ട് ഉടച്ച് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ചേർക്കാം. അതും നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതും ഇതിൽ നന്നായിട്ട് യോജിച്ച് വരണം. അപ്പം അതിലെ മസാലയെല്ലാം ഈ ഒരു പൊട്ടാറ്റോയിലും ചിക്കനിലും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിൽ നമുക്കിത് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ഇനി മല്ലിയില ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഇനി ഞാൻ അതിന് അവസാനം ഇടുന്നത് കുറച്ച് ഗരം മസാല പൗഡറാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാം. കുറച്ച് തണിഞ്ഞ് വരട്ടെ. അപ്പോൾ ഇത് കുറച്ച് തണിഞ്ഞെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മുട്ട ഉടച്ചിട്ട്
നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് കൂടി ഇടുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ചപ്പാത്തി എടുക്കുക. അതിലേക്ക് ഈ ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് ഫില്ലിങ് വെക്കുക. അതിലേക്ക് ഈ ഒരു ചീസിൻ്റെ പീസും കൂടി വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് മുറുക്കി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് മൈദമാവ് കലക്കിയിട്ട് അത് ഇതിൽ വെച്ചിട്ട് ഇത് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഇളകി പോവില്ല. അതിൻ്റെ കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തായതുകൊണ്ട് അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് സൈഡും ഇപ്പുറത്തുള്ള വലിയ സൈഡും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള മസാല ഒന്നും പുറത്തേക്ക് പോവില്ല. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചെടുത്ത് ഇനി ഇത് നമുക്ക് നേരെ നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടില്ലേ അതിലേക്ക് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക. രണ്ട് സൈഡും നന്നായിട്ട് അതിൽ കോട്ടാവണം. അതിനുശേഷം അതിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ വീണ്ടും റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ബ്രെഡ് ക്രംസ് ഇതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുള്ള ഇങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. നമുക്ക് വേറെ ഏതെങ്കിലും ഷേപ്പ് വേണമെങ്കിൽ നമുക്ക് ഇത് ട്രയാങ്കിൾ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ആയിട്ടും ചെയ്തെടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. എന്നിട്ട് രണ്ട് സൈഡും അതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കും. എന്നിട്ട് മുട്ടയിൽ മുക്കി എടുത്ത് അതിനുശേഷം ഇതിൽ ഒന്നും കൂടി നന്നായിട്ട് റോൾ ഔട്ട് ചെയ്തിട്ട് നമ്മൾ എടുത്തു വെക്കും. അതിനുശേഷം ഇപ്പം എല്ലാം ഞാൻ എടുത്തു വെച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ രണ്ടെണ്ണമായിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. ഇപ്പം ഇത് ഓൾറെഡി നമ്മൾ ചപ്പാത്തി ചുട്ടെടുത്തതാണ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഫില്ലിങ്ങും എല്ലാം നമ്മൾ വേവിച്ചതാണ്, എല്ലാം കുക്ക് ചെയ്തതാണ്. അതുകൊണ്ട് കൂടുതൽ സമയം നമ്മളിത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് കുറച്ച് ടൈം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ സൂപ്പർ ടേസ്റ്റി സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും. കാരണം ചപ്പാത്തി ആയതുകൊണ്ട് ഹെൽത്തിയുമാണ്. ചീസ് ഉണ്ട്, അതുപോലെ തന്നെ ചിക്കൻ ഉണ്ട്, ഒരുപാട് മസാലയൊന്നും ചേർത്തിട്ടും ഇല്ല. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള വേറെ റെസിപ്പി ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. ബൈ.